ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി പോട്ടിക്കറി അല്ലെങ്കിൽ കുടലുകറിയുടെ റെസിപ്പിയാണ്. പൊതുവെ എല്ലാവരും വിചാരിക്കുന്നത് പോട്ടി ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ പാടാണെന്നാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പോട്ടി വളരെ സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. കൂടെ തന്നെ ഒരു അടിപൊളി പോട്ടിക്കറി എങ്ങനെ റെഡിയാക്കാം എന്ന റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആടിന്റെ പോട്ടിയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ക്ലീൻ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ വലിയ കുടലിന്റെ പുറത്തുള്ള ആ ബ്ലാക്ക് സ്കിന്ന് പെട്ടെന്ന് പൊളിഞ്ഞു വരത്തുള്ളൂ. ആദ്യം ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്ന വലിയ കുടലാണ്. വലിയ കുടൽ മാത്രം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഇതിലെ ആ ബ്ലാക്ക് സ്കിന്ന് പെട്ടെന്ന് തന്നെ ഇളകി വരും. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ കറുത്ത തൊലിയൊക്കെ കൈ ഉപയോഗിച്ച് ഇതുപോലെ പറിച്ചു കളയാം. ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫുള്ളും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് റണ്ണിങ് വാട്ടറിൽ വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കുടലിന്റെ അകത്തും ഇതുപോലെ കുറച്ച് വേസ്റ്റ് പാർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സമയത്ത് ഇങ്ങനെ വാഷ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ വലിയ കുടൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ക്ലീൻ ചെയ്യേണ്ട ചെറിയ കുടലാണ്. നമ്മളിങ്ങനെ ഒരു ഫിഷ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ട്യൂബിന്റെ ഒരു അറ്റത്തു നിന്ന് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ സ്മൂത്ത് ആയിട്ടൊന്ന് കീറി വിടാം. ഇങ്ങനെ കീറി എടുക്കുമ്പോൾ തന്നെ കുടലിന്റെ അകത്തുള്ള പകുതി വേസ്റ്റ് പോവും. കീറി എടുക്കുന്ന കുടൽ വിനാഗിരി ഒഴിച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലെ വളുവളുപ്പെല്ലാം മാറിക്കിട്ടും. ബാക്കിയുള്ള ചെറിയ കുടലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി ഇത് റണ്ണിങ് വാട്ടറിൽ വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇനി രണ്ട് കുടലും നമുക്കൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫിഷ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കട്ട് ചെയ്തെടുത്ത കുടലിലേക്ക് കുറച്ച് വിനാഗിരിയും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് വാഷ് ചെയ്തെടുക്കണം. സോഡാപ്പൊടിയും വിനാഗിരിയും ചേർത്ത് വാഷ് ചെയ്യുമ്പോൾ കുടലിലെ ആ വളുവളുപ്പും സ്മെല്ലും ഒക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇത് സ്മെല്ലൊന്നും ഇല്ലാതെ തന്നെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു തവണ കൂടി വാഷ് ചെയ്തതിന് ശേഷം കറി പ്രിപ്പയർ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ കുടൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് പൊടികളൊക്കെ ചേർത്താണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് വേവിക്കാൻ വെക്കാം. ഇതൊരു 6 പ്രഷർ വരുന്നവരെ വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയത്ത് കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ അടിക്കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. ഈ തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഉണക്കമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ 1 കപ്പ് ചുവന്നുള്ളിയും മീഡിയം സൈസിലുള്ള ഒരു സവോള സ്ലൈസ് ചെയ്തതുമാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവോളയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു നാടൻ സ്റ്റൈൽ പോട്ടിക്കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണിത്. അപ്പത്തിന്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ഇപ്പൊ സവോളയും ചുവന്നുള്ളിയൊക്കെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ചെറുതായി അരിഞ്ഞൊരു തക്കാളിയാണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലിട്ട് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണം ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച കുടൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ കുടൽ വേവിക്കാൻ വെച്ചപ്പോഴും വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതെ കുടൽ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷമാണ് വേവിക്കാൻ വെച്ചത്. ഓൾറെഡി കുടൽ വേകുമ്പോൾ തന്നെ അതിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരും. ആ ഒരു സ്റ്റോക്ക് മതി നമ്മുടെ കറിക്ക്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് തേങ്ങാപ്പാലാണ്.
ഇനി ഇത് ഫുള്ളും ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒഴിച്ചു കൊടുക്കുന്ന തേങ്ങാപ്പാൽ തിളയ്ക്കാതിരിക്കാൻ നിർത്താതെ കറി ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുടൽ പരുവായി വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കറി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പോട്ടിക്കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. പലർക്കും എങ്ങനെ പോട്ടി പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യമായിട്ട് ക്ലീൻ ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടേ തോന്നത്തുള്ളൂ. പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാം. താങ്ക്